ജട്ടി കേസാണ്. ജട്ടി കേസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിരിയാണ് വരുന്നത്. എന്താണ് ജട്ടി കേസ് എന്ന് പറയുന്നത്? ആ ജട്ടി കേസിന്റെ വിശദാംശങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചു പോകും. കാരണം അദ്ദേഹം തിരുവനന്തപുരത്തെ കോടതി, വഞ്ചിയൂർ കോടതിയിൽ നിന്ന് തൊണ്ടി മുതലായി സൂക്ഷിച്ചിട്ടുള്ള ഒരു ജട്ടി അടിച്ചു മാറ്റുക എന്നുള്ള വാക്ക് തന്നെയല്ലേ പറയുന്നത്. കാരണം അത് അവിടുത്തെ ഒരു ജീവനക്കാരനെ സ്വാധീനിച്ചിട്ട് അത് അവിടെ നിന്ന് മാറ്റുകയും പകരം ഒരു ജട്ടി അവിടെ കൊണ്ടുവയ്ക്കുകയും ചെയ്തു. ഈ പകരം കൊണ്ടുവച്ച ജട്ടി ആ കേസിലെ പ്രതിയായിട്ടുള്ള ഓസ്ട്രേലിയനാണ്. ആ ഓസ്ട്രേലിയൻ്റെ സൈസ് വലിയ സൈസാണ്. അദ്ദേഹത്തിൻ്റെ ഈ ജട്ടി ഈ ജട്ടി വെച്ചിരിക്കുന്ന മാറ്റി വെച്ച ജട്ടി കൊണ്ടിട്ട് നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ജട്ടിയല്ല. കാരണം അദ്ദേഹത്തിൻ്റെ കാലിൽ പോലും ആ ജട്ടി കയറത്തില്ല. അങ്ങനെയുള്ള ഒരു ജട്ടിയാണ്. അപ്പം അത് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ അല്ല. അപ്പം കേസ് വെറുതെ വിട്ടു. പ്രതി വെളിയിലേക്ക് പോവുകയും ചെയ്തു. പ്രതി വെളിയിൽ പോയി മറ്റൊരു കേസിൽ കുടുങ്ങി അദ്ദേഹം വിദേശത്തെ ഒരു ജയിലിൽ കിടക്കുന്ന സമയത്ത് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹ ജയിൽ വാസിയോട് ഈ കഥ പറഞ്ഞിട്ട് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് ഇന്റർപോളാണ് വാസ്തവത്തിൽ ഈ കേസ് കേരളത്തിലേക്ക് CBIക്ക് കൈമാറുകയും CBI അത് വീണ്ടും ഇവിടെ റേസ് ചെയ്യുകയും ചെയ്തിട്ട് ആ കേസ് പിന്നീടും വരികയും ചെയ്തു. വാസ്തവത്തിൽ ആ കേസ് പെൻഡിങ്ങിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം പിണറായി സർക്കാരിലെ മന്ത്രിയായിട്ട് അദ്ദേഹം സ്ഥാനമേൽക്കുന്നത്. ആ കാലത്ത് തന്നെ മാധ്യമങ്ങളെല്ലാം ഇതെടുത്തിട്ട് അലക്കുകയൊക്കെ ചെയ്തെങ്കിലും പിന്നെ അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനത്തിനൊന്നും കുഴപ്പമുണ്ടായില്ല. കാരണം കേസ് കോടതികളിൽ വന്നു കഴിഞ്ഞാൽ കുറെ നാൾ നീണ്ടു പോകുമല്ലോ. അങ്ങനെ അതങ്ങ് നീണ്ടുപോകുക. അദ്ദേഹം മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതിന് ശേഷം ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ MLA ആയി ഇരിക്കുമ്പോൾ ഇപ്പോൾ ഇനി 3-4 മാസം കഴിഞ്ഞാൽ MLA സ്ഥാനവും പോകും. പക്ഷെ അതിനു മുമ്പേ തന്നെ ഈ കേസിന്റെ വിധി സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശത്തെ തുടർന്നാണ് ആ കേസ് പെട്ടെന്ന് തന്നെ സ്പീഡപ്പ് ചെയ്തിട്ട് ആ വിധി ഇന്നുണ്ടായിരിക്കുന്നത്.